ഹായ് എവ്രി വൺ. ഓക്കെ, നമുക്കിന്ന് ഏൻഷ്യൻ്റ് ടാരോ ഡെക്ക് വഴി നമുക്ക് റീഡ് ചെയ്യാം. ഇന്ന് ടോപ്പിക് ഇപ്പം നമുക്ക് ന്യൂ മൂൺ ആണെന്ന് അല്ലേ. അപ്പോൾ ന്യൂ മൂണിനെ കുറിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എനർജി അപ്ഡേറ്റ് പോലെയൊക്കെ. നമുക്കിന്ന് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എങ്ങനെയാണ്, ദെൻ തേർഡ് പാർട്ടി എനർജി എങ്ങനെയാണെന്ന് നമുക്ക് ഏൻഷ്യൻ്റ് ടാരോ ഡെക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നമ്മൾ റൈഡർ വെയ്റ്റ് ഡെക്ക് എടുക്കുന്നില്ല, സെയിം കാർഡ്സ് തന്നെയാണ്, ഡിഫറെൻറ്റ് പിക്ചേഴ്സും ഒക്കെ ഉണ്ടെന്നുള്ളൂ കേട്ടോ. കാരണം റൈഡർ വെയിറ്റ് എടുക്കുമ്പോഴേ ചില 2-3 കാർഡ്സ്, ലവേഴ്സ് കാർഡ്, ന്യൂഡിറ്റി പോളിസി വരുന്നുണ്ട്. കാരണം ന്യൂഡായിട്ട് നിൽക്കുന്നതാണ്. അത് ടാരോയിൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സോൾ ലെവലാണ്. പക്ഷെ യൂട്യൂബിൽ ഇപ്പോൾ അത് അറിയില്ലല്ലോ, അതുകൊണ്ട് ചില വീഡിയോസ് ബ്ലോക്കായി പോകാറുണ്ട്. അപ്പോൾ അത് ബെറ്റർ ആയിക്കൊണ്ട് ഞാൻ ഇപ്പോൾ അത് വീഡിയോയിൽ ആ കാർഡ് എടുക്കുന്നില്ല. ആൻഷ്യൻ്റ് ടാരോ ഡെക്കാണ് കേട്ടോ. സെയിം നമ്മുടെ റൈഡർ വെയിറ്റ് കാർഡ്സുകൾ തന്നെയാണ് അതിലുള്ളത്. ഇങ്ങനൊരു മേഖലയാണല്ലോ. ലൈക്ക് ഓക്കെ, നോക്കി നോക്കാം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സൺ എന്ന് മനസ്സിൽ കൊണ്ടുവരിക. ആൻഡ് തേർഡ് പാർട്ടി, ഫസ്റ്റ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ഫോർ ടുഡേ നോക്കാം, ആൻഡ് തേർഡ് പാർട്ടി നോക്കാം, ആൻഡ് നിങ്ങളുടെ നോക്കാം. എനിക്കിപ്പോൾ 2 പേരുടെയും നോക്കാനാണ് വന്നത്. ആൻഡ് അപ്പോൾ 3 പേരുടെ നോക്കാം, നിങ്ങളുടെ യുവർ പേഴ്സൺ ആൻഡ് തേർഡ് പാർട്ടിയുടെ 3ാമത് നോക്കാം. ഫസ്റ്റ് നിങ്ങളുടെ എനർജി നോക്കാം കേട്ടോ. ഞാൻ കാർഡ്സ് ഇങ്ങനെ എടുക്കാം. ഓക്കെ, കുറച്ച് കാർഡ്സ് ഓപ്പൺ ആയിരിക്കുന്നുണ്ട്. ഞാൻ ക്ലോസ് ചെയ്ത് വെച്ചത് തന്നെയായിരുന്നു കേട്ടോ, എവിടേക്കോ തുറന്നിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾക്കുള്ള എനർജി എടുക്കാം. ഞാൻ ജസ്റ്റ് ഇവിടെ സ്ക്രീനിൽ ഓക്കെ ഞാൻ മടക്കി വയ്ക്കട്ടെ. ഞാനിത് ഷഫിൾ ചെയ്ത് വെച്ചതാണ്, പക്ഷെ ഇടയിൽ ചാടുന്നു. ഒരു സെക്കൻഡ്. ഓക്കെ ഓക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഏത് കാർഡ്സൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ കണ്ണടച്ചിരിക്കുകയാണ് കേട്ടോ. ആ സ്ക്രീനിൽ നിങ്ങൾ എൻ്റെ കൈ മാത്രമേ കാണുന്നുണ്ട്. അവൾ കണ്ണടച്ച് ഞാൻ നിങ്ങളുടെ എനർജി, യൂണിവേഴ്സ്, സ്പിരിറ്റ്സ്, ഏഞ്ചൽസ് എന്താണ് ഈ കാണുന്ന സബ്സ്ക്രൈബേഴ്സിൻ്റെ എനർജി എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരൂ. യെസ്, ഈ ഒരു കാർഡ് കോൾ ചെയ്യുന്നു. ഓക്കെ, ഈ ഒരു കാർഡ് ഞാൻ ഇപ്പോൾ തുറക്കുന്നില്ല കേട്ടോ. നിങ്ങളുടെ എനർജി ഒരു 3 കാർഡ്സ് എടുക്കാം. ഈ ഒരു കാർഡ് കോൾ ചെയ്യുന്നുണ്ട്. സെക്കൻഡ് കാർഡ്, തേർഡ് കാർഡ്, ഈ ഒരു കാർഡ്, ഈ ഒരു റിംഗ് ഫിംഗറിൻ്റെ തേർഡ് കാർഡ്. ഓക്കെ, 3 കാർഡ്സ് നിങ്ങളുടെ എനർജി എടുത്തിട്ടുണ്ട്. 2 കാർഡ് കൂടെ എടുക്കാം അല്ലേ. ഓക്കെ, ഈ ഒരു കാർഡ് എടുക്കാം. ഈ ഒരു കാർഡ് കോൾ ചെയ്യുന്നു, ദിസ് വൺ. ഓക്കെ, സോ 5 കാർഡ് ഫോർ യുവർ എനർജി. ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കാം കേട്ടോ. ഞാൻ സ്നീക്ക് വെക്കുന്നത് ഞാൻ. ഓക്കെ, യൂണിവേഴ്സ്, സ്പിരിറ്റ്സ്, ഏഞ്ചൽ എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി. ഈ ഒരു കാർഡ് കോൾ ചെയ്യുന്നു. 2 കാർഡ്സ് വന്നു കേട്ടോ. ദെൻ യൂണിവേഴ്സ് എന്താണ് പേഴ്സൻ്റെ എനർജി എങ്ങനെയാണ് ഇപ്പോൾ. യെസ്, തേർഡ് കാർഡ്. ഫോർത്ത് കാർഡ്. പേഴ്സൻ്റെ എനർജി ആയിട്ടുണ്ട്. ഈ തേർഡ് പാർട്ടിയുടെ കാർഡാണ് കേട്ടോ. തേർഡ് പാർട്ടി എനർജീസ് ആണ് നോക്കുന്നത്. ഞാനിപ്പോൾ ഇങ്ങനത്തെ അവസ്ഥയിലെത്തിയിട്ടുണ്ട് കാർഡ്സ്. യൂണിവേഴ്സ് എന്താ തേർഡ് പാർട്ടി എനർജി എങ്ങനെയാണ്. ഈ ഒരു കാർഡ് കോൾ ചെയ്യുന്നു. ഇവിടെ നീക്കി വയ്ക്കുന്നുണ്ട് തേർഡ് പാർട്ടി എനർജി. ഈ ഒരു കാർഡ് കോൾ ചെയ്യുന്നു. 2 കാർഡ്സ് വന്നു. യൂണിവേഴ്സ് 2 കാർഡ് കൂടി. യെസ്, 2 കാർഡ്സും കൂടെ വന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ണു തുറന്ന് ഷഫിൾ ചെയ്ത് വെക്കട്ടെ. ഇതൊന്ന് എടുത്ത് വെക്കട്ടെ, നമുക്ക് റീഡ് ചെയ്യാം. സോ നിങ്ങളുടെ എനർജി, യുവർ പേഴ്സൺ ആൻഡ് ദിസ് ഈസ് യുവർ തേർഡ് പാർട്ടി, നിങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട സോൾമേറ്റ്. കാരണം അവരാണ് നിങ്ങളുടെ പേഴ്സണെ നിങ്ങളുടെ സെൽഫിലേക്ക് എത്തിക്കാൻ ട്രിഗർ തന്ന് ഹെൽപ്പ് ചെയ്യുന്നത്. മനസ്സിലായി. അപ്പോൾ അവരോട് ഒരിക്കലും ദേഷ്യവും വൈരാഗ്യവും കാണിക്കരുത്. ബിക്കോസ് നിങ്ങളുടെ സോളിൻ്റെ എക്സ്റ്റൻഷൻ തന്നെയാണ് അവർ. ഓക്കെ, ഞാൻ എടുത്തു വെച്ചിട്ട് ആദ്യം നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കട്ടെ ഞാൻ കേട്ടോ. ക്യൂൻ ഓഫ് കപ്സ്, കിങ് ഓഫ് പെൻഡക്കിൾസ്, 7 ഓഫ് സ്വാൻസ് റിവേഴ്സ് ആണ് വന്നിട്ടുള്ളത്. ഇങ്ങനെ വരികയാണെങ്കിൽ സ്റ്റിഫ് കോമ്പറ്റീഷൻസ്, വിക്ടറി ഒക്കെയാണ്. അത് റിവേഴ്സ് ആയിട്ടുണ്ട്. നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് സ്ലോ ആയിട്ടാണ് വരുന്നത്. ആ കാർഡ് തിരിയുമ്പോൾ ഒന്നുകൂടി ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക്. ഓക്കെ, 8 ഓഫ് സോർഡ്സ്. എനിക്ക് ഈ കാർഡ് വരുമ്പോൾ എനിക്ക് കുറച്ചധികം കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ. ഇത് റീഡ് ചെയ്യാം കേട്ടോ. അല്ല, ഇത് നിങ്ങളുടെ തേർഡ് പാർട്ടിയുടെ എനർജി അല്ലേ. ഓക്കെ, ഇത് തേർഡ് പാർട്ടി കാർഡാണ്. സോറി, പെട്ടെന്ന് നിങ്ങളുടെ പേഴ്സൺ ഞാൻ ചിന്തിച്ചു പോയി. ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി. ചാരിയറ്റ്, യെസ്, പേജ് ഓഫ് സോർഡ്സ്, ടെമ്പറൻസ്, കിങ് ഓഫ് കപ്സ്, ഏസ് ഓഫ് പെൻഡക്കിൾസ്. സോറി കേട്ടോ, പെട്ടെന്ന് എനിക്കൊന്ന് തെറ്റുപറ്റിയതാണ്.
താഴെ എടുത്തു വെച്ചത് പേഴ്സൻ്റെ അല്ല, തേർഡ് ആണ്, മൂന്നാമത്തത് തേർഡ് പാർട്ടി ആയിട്ടാണ് ഞാൻ വെച്ചത്. ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആൻഡ് ദിസ് ഈസ് യുവർ എനർജി. അപ്പോൾ ആദ്യം നിങ്ങളുടെ എനർജി വായിക്കണമെങ്കിൽ മുന്നേ തേർഡ് പാർട്ടിയുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും ഏതാണ്ട് നോക്കാം. തേർഡ് പാർട്ടിയുടെ ഇത് കാണിക്കുന്നത് കിങ് ഓഫ് പെൻഡക്കിൾസ് ആണ് കാണിക്കുന്നത്. ഫസ്റ്റ് കിട്ടിയ കാർഡ് എന്താണത് പറയുന്നത്? അവർ ഫിനാൻഷ്യൽ വെൽത്ത് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കുറച്ചും കൂടിയും ഒരു സെക്യൂരിറ്റി ബിൽഡ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അബണ്ടൻസ് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. വെൽത്ത് സ്റ്റഡി ആയിട്ട് നിൽക്കണമെന്നും അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു. 8 ഓഫ് സോർട്സ് ആണ്. മേ ബി അവരും എന്തൊക്കെയോ നെഗറ്റീവ് എനർജിയുടെ തോട്ട്സിലായിരിക്കും. നെഗറ്റീവ് തോട്ട്സ് അവർക്ക് വരുന്നുണ്ടായിരിക്കും. തേർഡ് പാർട്ടി ലൈക്ക് നിങ്ങളുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ കണക്ഷൻ ഉണ്ടോ, ഇനി അങ്ങനത്തെ ഒരുപാട് ഭയങ്ങൾ, വിക്ടിം മെൻറ്റാലിറ്റി വരുന്നുണ്ട്. അല്ലെങ്കിൽ ഇവർ നിങ്ങളുടെ പേഴ്സണെയും ഒരു 8 ഓഫ് സോർട്സിൽ മാനിപ്പുലേഷൻസ് ചെയ്യുന്നുണ്ടായിരിക്കും. യെസ്, ഇത് പറഞ്ഞപ്പോൾ ഒരു ഗ്രീൻ ഹാർട്ട് ഞങ്ങൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ബാക്ക്ഗ്രൗണ്ടിൽ. ആ ഒരു ഗ്രീൻ ഹാർട്ട് നിലത്തേക്ക് വീണിട്ടുണ്ട്. അതിനർത്ഥം ഹാർട്ട് ചക്ര, അവർക്കും ഹാർട്ട് ചക്ര ഓപ്പണിങ് വരുന്നുണ്ട്. ലൈക്ക് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണിനും മുന്നേയും അറിയുന്ന ഒരു തേർഡ് പാർട്ടിയാണ് നിങ്ങളുടെ പേഴ്സൺ മാരേജ് ചെയ്തതെങ്കിൽ അവർക്ക് റിയലൈസ്ഡ് ആവുകയാണ് ഞാൻ ചെയ്ത് തെറ്റായിപ്പോയോ, ഞാൻ നല്ലൊരു റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ വന്ന് ബ്രേക്ക് ചെയ്ത്, കാരണം അവരുടെ ലൈഫിലും അവരാഗ്രഹിച്ച ഒരു റിലേഷൻഷിപ്പ് കിട്ടുന്നുണ്ടായിരിക്കില്ല. സോ അവർക്ക് കൺഫ്യൂസ്ഡ് ആവുകയാണ്, ഞാൻ അങ്ങനെ ഒരു ലൈഫ് അങ്ങനെ ചെയ്തില്ലേ എന്നൊക്കെ കുറ്റബോധം വരുന്നു. ഒരു എനിമൽ ലവറെ കാണിക്കുന്നു, നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് കാണിക്കുന്നു. അവർക്ക് അവരോട് വിശ്വാസക്കുറവ് വന്നു തുടങ്ങി. അല്ലെങ്കിൽ നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് വെച്ചാൽ മെല്ലെ മാറ്റം വരികയാണെങ്കിൽ ഇതിപ്പോൾ പെട്ടെന്ന് തേർഡ് പാർട്ടിക്ക് റിയലൈസേഷൻസ് വരെയാണ്. യെസ്, നിങ്ങളുടെ പേഴ്സണ് മാറ്റം വരുന്നു. അവരൊരുപാട് മദറിങ് നേച്ചറൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരിക്കും നിങ്ങളുടെ പേഴ്സൺ. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ പേഴ്സണെ ട്രീറ്റ് ചെയ്ത പോലെ കെയറിങ്, കമ്പാക്ഷൻ, മദറിങ്, അങ്ങനെ നിങ്ങൾ എങ്ങനെയൊക്കെ ടേക്ക് കെയർ ചെയ്ത പോലെയൊക്കെ അവർ ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷെ അവിടെയൊന്നും നിങ്ങളുടെ കിങ് ഓഫ് പെൻഡക്കിൾസ് ആയിട്ട് നിങ്ങളുടെ പേഴ്സൺ വീഴുന്നില്ല. അവർ നോക്കുന്ന സ്റ്റേബിൾ ആയിട്ടുള്ള എനർജിയാണ്. ഇവർക്ക് അങ്ങനെ സ്റ്റേബിലിറ്റിയിൽ ഇവർ ഫേക്ക് ചെയ്യുന്നതായിട്ടെന്നൊക്കെ മനസ്സിലാവുന്നുണ്ട്. റിലയബിൾ പേഴ്സൺ, സ്റ്റഡിനെസ്, വെൽത്ത്, ബിസിനസ് എന്നൊക്കെ പറയുന്നുണ്ട്. 7 ഓഫ് വാൻസ് എന്ന് പറയുന്നത് സ്റ്റിഫ് കോമ്പറ്റീഷൻസ്, വിക്ടറി, ഇതും റിവേഴ്സ് ആവുന്നത്. അപ്പോൾ അവരും ഒരു നിങ്ങളുമായിട്ടൊക്കെ കോമ്പീറ്റ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നു. മേ ബി നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. തേർഡ് പാർട്ടി നിങ്ങളെ സ്റ്റോക്ക് ചെയ്തിട്ട് നിങ്ങളെപ്പോലെയൊക്കെ ആയിത്തീരാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കും. കാരണം നിങ്ങളുടെ പേഴ്സണ് നിങ്ങൾ എങ്ങനെയാണോ അതാണല്ലോ ഇഷ്ടം എന്നുള്ള രീതിയിലൊക്കെ ഇവർ മാറാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എങ്ങനെ ഏച്ചു കിട്ടിയാലും നിങ്ങളും അവരല്ലേ ആവുള്ളൂ. അപ്പോൾ അതിലൊക്കെ ഒരു ഫെയിൽ ആവുന്നതായിട്ട് കാണുന്നുണ്ട്. അവർക്ക് വിക്ടിമൈസേഷൻസ്, അവർക്ക് നിങ്ങളെ പേഴ്സണെ ഇതുപോലെ ഒരു 8 ഓഫ് സോർട്സിനുള്ളിൽ കെട്ടിവെക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ അവരുടേതായിട്ട് ഒരുപാട് എനർജീസ്, അവരുടെ ലൈഫിലും ഒരുപാട് എനർജീസ് വരുന്നുണ്ടായിരിക്കും. അപ്പോൾ അവരും ട്രാപ്ഡ് ആണ്. അവർക്കും എന്തൊക്കെയോ ഒരു എനർജിയിൽ പോകുന്ന പോലെ വീക്ക്നെസ്, ഇൻഡിസിഷൻസ്, വിക്ടിം മെൻറ്റാലിറ്റി ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ബോട്ടം നോക്കട്ടെ. ബോട്ടം ലവേഴ്സ് കാർഡാണ്. യെസ്, 4 ഓഫ് കപ്സ്. എനിക്ക് തോന്നുന്നത് മേ ബി ചില തേർഡ് പാർട്ടി, എല്ലാവരും അല്ല, ചില തേർഡ് പാർട്ടിക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സണിൻ്റെ കണക്ഷൻ ഒരു റിയൽ കണക്ഷൻ ആണെന്നൊരു തിരിച്ചറിവ് അവർക്ക് വരുന്നുണ്ട്. കാരണം ഈ സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസ്, സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യം ഒരുപാട് സ്പ്രെഡ് ആവുന്നുണ്ട്. അപ്പോൾ തേർഡ് പാർട്ടി പോലത്തെ ആളുകളും കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ അതാണ് ലവേഴ്സ് കാർഡ് വന്നത്. നിങ്ങളും നിങ്ങളുടെ പേഴ്സൺ തമ്മിൽ ഒരു റിയൽ കണക്ഷൻ ആണ്, ഒരു ശക്തി, ശിവ എനർജി എന്നൊക്കെ അവർ അറിയപ്പെടുമ്പോൾ അവർക്കൊരു പേടി വരുന്നുണ്ടായിരിക്കും. എനിക്ക് എന്തെങ്കിലും സംഭവിക്കും, ഞാൻ ഇടയിൽ കിടന്നിട്ട്, അങ്ങനെയൊക്കെ ഒരുപാട് ചിന്തകൾ കാണിക്കുന്നുണ്ട്. അതാണ് സ്വന്തമായിട്ട് അവർ തന്നെ നെഗറ്റീവ് തോട്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നു, റിസ്ട്രിക്ഷൻസ്, ഇംപ്രിസൺമെൻറ്റ് കാണിക്കുന്നത് കേട്ടോ. സോ നിങ്ങളുടെ പേഴ്സൺ കിങ് ഓഫ് പെൻഡക്കിൾസ് ആയിട്ടുണ്ട്. ഫിനാൻഷ്യലായിട്ട് ഒരുപാട് അബണ്ടൻസും അതൊക്കെ കൊണ്ടുവരാൻ ഹെൽപ്പ്, അല്ലെങ്കിൽ വെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ടൊക്കെ പറയുന്നുണ്ട്. ഗിവൻ ഓഫ് കപ്സ് മീൻസ് ലവിങ് മദർ, കമ്പാഷനേറ്റ്, കെയറിങ്, സ്റ്റെബിലിറ്റി ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് 7 ഓഫ് വാൻസ് റിവേഴ്സ് ആയതുകൊണ്ട് 7 വാൻസ് ആണ് തിരിഞ്ഞു പോയിട്ടുള്ളത് കേട്ടോ. അതിനർത്ഥം അവർ അവർക്കും ഒരുപാട് ക്ഷമ വരും. അവരെടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റിപ്പോകുന്ന പോലെ അവർക്കും ഓവർവെൽംഡ് ആവുക, അവർ ഭയങ്കരമായിട്ട് എക്സ്ഹോസ്റ്റഡ് ആവുക. നിങ്ങളുടെ പേഴ്സണെ, അപ്പോൾ നിങ്ങളെക്കുറിച്ച് ഇങ്ങനെയൊക്കെ അറിയാം, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് പോകുമെന്നൊക്കെ പേടിച്ച് അവരെ പിടിച്ച് മുറുക്കി വെക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ നിങ്ങളുടെ പേഴ്സണും അതിൻ്റെ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതാണ് അഡ്വാൻറ്റേജ് ചെയ്യുക, പേഷ്യൻസ്, അല്ലെങ്കിൽ നിങ്ങളുടെ മെസ്സേജസ് ഒക്കെ ഒരു കാണാം, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ എനർജി തേർഡ് പാർട്ടി അറിയുന്നുണ്ടായിരിക്കും. ഇതറിയുമ്പോഴും അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്യുന്നുണ്ട്. അവരുടെ എനർജിയിലും അവർക്ക് ഹെൽത്ത് കണ്ടീഷൻസ് ഒക്കെ വരുന്നുണ്ടായിരിക്കും. മെൻ്റലി അവർക്ക് ഡൗൺ ആവുന്ന സിറ്റുവേഷൻസ് ഒക്കെ കാണുന്നുണ്ട്. ഇനി ഈ ഒരു കണക്ഷൻ ഗിവ് അപ്പ് ചെയ്ത് പോവുക, അല്ലെങ്കിൽ ചില സമയത്ത് അവർ ചോദിക്കും ഞാൻ മാറി കൊടുക്കേണ്ടതായിരുന്നു. കാരണം അവരുടെ ലൈഫിൽ നിങ്ങളുടെ പേഴ്സണുമായി നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. മനസ്സിലായോ? അതും കൂടിയാണ് ഇത് കാണിക്കുന്നത് കേട്ടോ.
ഓക്കെ, സോ അതൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഇനി നമുക്ക് നിങ്ങളുടെ പേഴ്സണൽ എനർജി കാണാം. അപ്പോൾ തേർഡ് പാർട്ടി ഏതാണ്ടൊക്കെ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിൽ, എക്സ്ഹോസ്റ്റഡ് സ്റ്റേജിലാണ് കാണുന്നത്. നിങ്ങളുടെ പേഴ്സണിൻ്റെ കേസ് ചാരിയറ്റ് കാർഡ്, അവർ ട്രാവൽ ചെയ്യുന്നതായിട്ട് കാണാം, അവർ വണ്ടി വാങ്ങുന്നു അല്ലെങ്കിൽ ഒരുപാട് ട്രാവൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതാണ് ഈ ചാരിയറ്റ്, രഥത്തിൽ പോകുന്നതാണ് കാണുന്നത്. എന്തൊക്കെയോ അവർ ലൈഫിൽ ഒരുപാട് സിറ്റുവേഷൻസ് നടക്കുന്നുണ്ടെങ്കിൽ പോലും അവർ റഷ് ആക്ഷൻ, പെട്ടെന്ന് നിങ്ങളെ വിളിക്കുന്നു, കാണണമെന്ന് പറയുന്നു, മീറ്റ് ചെയ്യുന്നു, നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മീറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. പേജ് ഓഫ് സോഴ്സ്, അവർ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്, നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ന്യൂ ഐഡിയാസ്, ന്യൂ വേസ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ്, ഡിപ്ലോമസി, തേഴ്സ്റ്റ് ഫോർ നോളജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അവർക്ക് ഒരുപാട് നിങ്ങളെക്കുറിച്ച് അറിയാനും നിങ്ങൾക്ക് മാറ്റം വന്നത് എങ്ങനെയാണെന്നൊക്കെ അറിയാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. എയ്സ് ഓഫ് പെൻറ്റക്കിൾസ്, അവരും പ്രോസ്പെറിറ്റി, അവരുടെ ലൈഫിൽ പുതിയ പുതിയ ഫിനാൻഷ്യൽ ബിഗിനിങ്സും പ്രോസ്പെറിറ്റിയും അബൻഡൻസും മാനിഫെസ്റ്റേഷൻസും ഒക്കെ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കിങ് ഓഫ് കപ്സ്, കിങ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവരും വളരെയധികം ഹാപ്പി ആയിട്ട്, കിങ് ഓഫ് കപ്പിൻ്റെ കിങ് ആണ്. കപ്പ് എപ്പോഴും ഡാരോട് പറയുന്നത് പ്രണയത്തെ, അവർക്കും നല്ല രീതിയിൽ സ്നേഹം വന്നു തുടങ്ങിയിട്ടുണ്ട്, അവരും സെൽഫ് ലവിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. കൈൻഡ്നെസ്, വില്ലിങ്നെസ്, എൻജോയ്മെൻറ്റ്, ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്, കമ്പാഷനേറ്റ്, ഡിപ്ലോമാറ്റിക്, അങ്ങനെ അവർക്കും നല്ലൊരു ചേഞ്ചസ് വരുന്നു, ഒരു എൻജോയ്മെൻറ്റ് വരുന്നു, ഒരു ഇമോഷണലി ബാലൻസ്ഡ് ആയിട്ട് വരുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ആൻഡ് ടെമ്പറൻസ് കാർഡാണ്. ടെമ്പറൻസ് കാർഡ് എന്ന് പറയുന്നതും ഒരു ടെമ്പറൻസ് കാർഡ് ഇങ്ങനെ പറയുക, യെസ് കാർഡ് തന്നെ കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ചേഞ്ചസ്, അവർ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് വരുന്നു, അവർക്ക് ബാലൻസ്ഡ് ലൈഫിൽ വരുന്നു, അവർ സ്പിരിച്വൽ സൈഡിലേക്ക്, അവർ കുറച്ചുകൂടി അമ്പലത്തേക്കും അല്ലെങ്കിൽ അങ്ങനത്തെ കമ്മ്യൂണിറ്റി പ്ലേസിലേക്കൊക്കെ പോകുന്നു, യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോഴേക്കാണ് തേർഡ് പാർട്ടിക്ക് അവിടെ ബുദ്ധിമുട്ട് വരുന്നത്. നിങ്ങളുടെ പേഴ്സണൽ എനർജി വളരെ നല്ല എനർജിയാണ്, അവർ ബാലൻസിലേക്ക് വരണം, നല്ല ഇൻഫ്ലുവൻസ്, അവർക്ക് നല്ല സർക്കിൾസ്, ഇങ്ങനത്തെ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാതെയൊക്കെ അവരോട് സംസാരിക്കുന്ന ഫ്രണ്ട്സിനൊക്കെ കിട്ടുന്ന സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട്. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് കാണിക്കുന്നു പ്രോസ്പെറിറ്റി, ഹാപ്പിനെസ്, പ്ലഷർ കാണിക്കുന്നു, കരിയർ ഓപ്പർച്യൂണിറ്റി കാണിക്കുന്നു. ഓക്കെ, സോ അതൊക്കെയാണ് കാണിക്കുന്നത്. ചാരിയറ്റ്, ഒരുപാട് പൈസ അല്ലെങ്കിൽ ഒരുപാട് ധനം വരുന്നു, ഒരുപാട് ട്രാവൽ ചെയ്യാൻ സാധിക്കുന്നു, എബ്രോഡിൽ നിന്ന് നാട്ടിലേക്ക് വരുന്നു, നാട്ടിൽ നിന്ന് എബ്രോഡിലേക്ക് പോകുന്നു, കുറേ ദൂരം സഞ്ചരിക്കേണ്ട ടൈം പറയില്ലേ, അവർക്ക് അതിന് ടൈം വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരുപാട് നാളായിട്ട് ലോങ് ഡിസ്റ്റൻസ് ആണെങ്കിൽ ദർ ഇസ് എ ചാൻസ് ഓഫ് മീറ്റിംഗ് യുവർ പാർട്ട്ണർ. ടെമ്പറൻസ് കാർഡ് കാണിക്കുന്നുണ്ട് കേട്ടോ, പേജ് ഓഫ് സോൾസ് കാണിക്കുന്നു, ഏസ് ഓഫ് പെൻറ്റക്കിൾസ് കാണിക്കുന്നു. അപ്പം അവർ നല്ല എനർജിയിലാണ്, അവർക്ക് എങ്ങനെയൊക്കെ നിങ്ങളുമായിട്ട് സംസാരിക്കണം, അവർ കുറേ സംസാരിക്കുന്നു, ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യുന്നു, വേസ് ഓഫ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, സോ അതാണ് നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജി ആയിട്ട് പറയുന്നത്. ഇനി നമുക്ക് നിങ്ങളുടെ എനർജി നോക്കാം. എന്താണ് നിങ്ങളുടെ എനർജി? നിങ്ങളുടെ എനർജി പറയുന്നത് 9 ഓഫ് വാൻസ് ആണ്. നിങ്ങൾക്കും ഒരു ഗുഡ് ഹെൽത്ത് വരുന്നു, എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷനിലൂടെയൊക്കെ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ നല്ല ഹെൽത്ത് വരുന്നുണ്ട്. വിക്ടറി, കറേജ്, ടേസ്റ്റ്, നിങ്ങളെ യൂണിവേഴ്സ് ടെസ്റ്റ് ചെയ്തുകൊണ്ട് പല ടെസ്റ്റും ലൈഫിൽ വരാനുള്ള ചാൻസസ് ഉണ്ട്. പേജ് ഓഫ് കപ്സ് റിവേഴ്സ് ആയിട്ടാണ് വന്നത്. നിങ്ങളുടെ ലൈഫിൽ യൂണിവേഴ്സ് പറയുന്നത് ക്രിയേറ്റീവ് സൈഡ് ഇമ്പ്രൂവ് ചെയ്യും. നിങ്ങളെപ്പോഴും ക്രിയേറ്റീവ് സൈഡ് ഇമ്പ്രൂവ് ചെയ്യുന്നില്ല, കാരണം നിങ്ങൾ നിങ്ങളുടെ പാഷനിലേക്ക് ഫോക്കസ് ചെയ്യുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ പാഷനിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോഴാണ് അവിടെ മാറ്റങ്ങൾ വരുന്നത്. സ്വീറ്റ്നെസ്, ഇൻട്രസ്റ്റ് ഇൻ ലിറ്ററേച്ചർ, ഇത് ഓപ്പോസിറ്റാണ് വന്നത്. അപ്പോൾ ഓപ്പോസിറ്റ് വരുമ്പോൾ എന്താണ്? പുവർ ഇമാജിനേഷൻ, നിങ്ങൾക്ക് നല്ലൊരു ഇമാജിനേഷൻ പറ്റുന്നില്ല, ഭയങ്കര ഡൗട്ട് ചെയ്യുക, ഇൻറ്റ്യൂഷനെ പോലും നിങ്ങൾ ഡൗട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. ക്രിയേറ്റീവ് ബ്ലോക്സ്, നിങ്ങൾ തന്നെ നിങ്ങളുടെ ലൈഫിൽ ബ്ലോക്സ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇമോഷണൽ ഇമ്മച്യൂരിറ്റി, ഈ ഒരു സമയത്ത് സെൽഫിഷ്നെസ് സ്വഭാവമൊക്കെ വരിക, നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല, ജേണി ഉണ്ടോ, അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത് ശരിയാണോ, ഞാൻ റൈറ്റ് പാതയിലൂടെയാണോ, വിഷമം വരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ കേസ് ചെയ്യുന്നു, റിവെഞ്ച്ഫുൾ ആവുന്നതൊക്കെ കാണുന്നുണ്ട്. 7 ഓഫ് കപ്സ് കാണിക്കുന്നു നിങ്ങളുടെ ഇമാജിനേഷൻ, നിങ്ങൾ കുറച്ചൊന്ന് ഇല്യൂഷനിൽ പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഇത് DFൻ്റെ എനർജി പറയുന്നത് നിങ്ങൾ എന്താവാനുള്ള ചാൻസസ് ഉണ്ട്, 3Dയിലേക്ക് പോകാനുള്ള ചാൻസസ്. 5Dയിൽ എത്തിയവർ ഒന്നുകൂടി 3Dയിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. ഇമാജിനേഷൻ, ഇല്യൂഷൻ, ഡയറക്ഷൻലെസ്, ഓപ്പർച്യൂണിറ്റി, തിങ്കിങ്, ഇങ്ങനെ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു ഇതിലേക്ക് പോകുന്നു. ചിന്ത എന്നല്ല, നിങ്ങൾ പിന്നെയും സാധാരണ ആളുകളുടെ എനർജിയിലേക്ക് പോകുന്നു. ആ ഒരു ഭയം, 3D ലൈഫ്, റിവെഞ്ചും കാര്യങ്ങളൊക്കെ ആയിട്ട്. പേജ് ഓഫ് വാൻസ് എന്ന് പറയുന്നത് ഇന്തൂസിയാസം, ഫ്രീ സ്പിരിറ്റ്, ഡിസ്കവറി, ലിമിറ്റ്ലെസ് പൊട്ടൻഷ്യൽ, ഒരു ഫ്രീ സ്പിരിറ്റ് ആവാൻ സാധിക്കുന്നു. പേജ് ഓഫ് വാൻസ് ആണ്. നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് ക്രിയേച്ചർ, ഇവിടെ ലിറ്ററേച്ചറിനെ കുറിച്ചൊന്നും നിങ്ങൾ പഠിക്കുന്നില്ല, നിങ്ങൾക്ക് വേണ്ട പഠിക്കേണ്ട കാര്യങ്ങളും ഹീലിങ്സോ അല്ലെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ സോളിന് ഇഷ്ടം അതിന് മൈൻഡ് ചെയ്യാതെ പോകുന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് പറയുന്നത് അതിൽ എക്സ്പ്ലോർ ചെയ്യൂ, ഡിസ്കവറി ചെയ്യൂ, ഡിസ്കവറി 2 പ്രാവശ്യം വന്നിട്ടുള്ളത്. നിങ്ങൾ ലിമിറ്റ് ചെയ്യരുത്,
ഞാൻ സബ് കോൺഷ്യസ് ഹീലിംഗ് അതാ പറഞ്ഞു കൊടുക്കും. നിങ്ങൾ നിങ്ങളുടെ പൊട്ടൻഷ്യൽ ലിമിറ്റ് ചെയ്യരുത്. നമ്മൾ സബ് കോൺഷ്യസ് ലെവലിൽ ഇമ്പ്രൂവ് ചെയ്യാൻ മെഡിറ്റേഷൻസ് കാര്യങ്ങളൊക്കെ കൂടെ ഞാൻ പറഞ്ഞു കൊടുക്കും. നിങ്ങൾ നെഗറ്റീവായിട്ട് സറൗണ്ടിൽ നിന്ന് കടന്ന് നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക. എപ്പോഴും നമ്മളിലേക്ക് ഫോക്കസ് ചെയ്യുന്ന അപ്പോൾ മാത്രമാണ് മാറ്റങ്ങൾ വരികയുള്ളൂ. ബി എ ഫ്രീ സ്പിരിറ്റ്. നിങ്ങൾ ഫ്രീ സ്പിരിറ്റ് ആവാൻ ശ്രമിക്കുക കേട്ടോ. ഈ ഒരു കാർഡ് റീഡ് ചെയ്യുമ്പോൾ സാക്രൽ ചക്രയിൽ എനിക്കൊരു എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. സെക്ഷൽ എനർജിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അബ്യൂസീവ് എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഐ എം നോട്ട് വേർത്തി ഓഫ് ഇറ്റ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേർത്തിയാണ്. നിങ്ങളെല്ലാവരും സൂപ്പർ എനർജിയാണ്, നല്ല സോളുകളാണ്. പക്ഷെ നിങ്ങളുടെ ആ ഒരു കർമ്മകളൊക്കെ വരുമ്പോഴാണ് നിങ്ങൾ എനർജിയെ മനസ്സിലാക്കാതെ പോയിട്ട് നമ്മളെ തന്നെ ഡൗൺ ആക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് യു ആർ എ ഫ്രീ സ്പിരിറ്റ്. നിങ്ങൾ നിങ്ങളുടെ എനർജിയിലേക്ക് കടക്കാനാണ് പറയുന്നത്. ഓക്കെ, ഇനി ഞാൻ ഏഞ്ചൽ ആൻസേഴ്സിലൂടെ കൺക്ലൂഡ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഒരുപാട് DFസിന് ഡൗട്ട്സ് വരാറുണ്ട്. എനിക്കിങ്ങനെ മെസ്സേജ് ചോദിച്ചു, എനിക്കിങ്ങനെ വരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട്. മെയിൻലി ഞാൻ പറഞ്ഞത് എനർജി ഷിഫ്റ്റ് ഒരുപാട് നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ബാലൻസ് ചെയ്യാൻ പഠിക്കുക. എപ്പോഴും ഒരു ഹീലേഴ്സിന് സപ്പോർട്ട് കിട്ടില്ല, എത്ര പേര് നമുക്ക് കിട്ടും. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ഒറ്റയെ കണ്ടുപിടിക്കുക കേട്ടോ. സിറ്റുവേഷൻസ് വിൽ ഇംപ്രൂവ്. ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്, സിറ്റുവേഷൻസ് മാറും, ഷിഫ്റ്റ് നടക്കുന്നുണ്ട്. യു ആർ റെഡി, യു ആർ ഗുഡ്. നിങ്ങൾ റെഡിയാണ്. നിങ്ങളിപ്പോൾ എന്ത് ചെയ്യാൻ ശ്രമിച്ചാലും അതിൻ്റെ ഫലം കിട്ടും. ഞാനിപ്പോൾ ഹെൽത്ത് ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇന്ന് തൊട്ടിട്ട് ഞാനൊക്കെ സെൽഫ് ലവിലേക്ക് വന്നപ്പോൾ എൻ്റെ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ പ്രത്യേക മാറ്റമാണ് അവിടെ വന്നത്. അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. ഇൻ ദ നിയർ ഫ്യൂച്ചറാണ്. വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ്, കുറച്ച് വീക്സിനുള്ളിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചേഞ്ചസ് വരുന്നു. നോ, എന്തോ ഒരു കാര്യം കംപ്ലീറ്റ്ലി നിങ്ങളോട് വിടാൻ പറയുന്നുണ്ട്, അല്ലെങ്കിൽ നോ എന്ന് പറയുന്നുണ്ട്. ആൻഡ് കുറച്ച് വീക്സും കാണിക്കുന്നു, ഫ്യൂ മന്ത്സും കാണിക്കുന്നു. മേ ബി ഒരു മേജർ ചേഞ്ചസ്, മിറാക്കിൾസ് ഹാപ്പൻ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. റിമെയിൻ പോസിറ്റീവായിട്ട് ഇരിക്കുക. റിമെയിൻ പോസിറ്റീവ്, എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറയുന്നുണ്ട് യൂണിവേഴ്സ്. സോ അതാണ് കാണിക്കുന്നത്. ഓക്കെ, സോ ഇതൊക്കെയാണ് മെസ്സേജസ് കാണിക്കുന്നത്. ഓക്കെ, റിമെയിൻ പോസിറ്റീവായിട്ട് ഇരിക്കും. ഓരോ സമയവും കടന്നു പോകും. അപ്പോൾ ഒരു സമയം വന്നത് കൊണ്ട് അത് തന്നെ ലൈഫ് ലോങ് ഒരു വിഷമം വന്നു, അത് ലൈഫ് ലോങ് ഉണ്ടാവില്ല. അതിനൊരു ടൈം പീരീഡ് കഴിഞ്ഞാൽ എക്സ്പയറി ആയിട്ട് പോകും. അടുത്ത കാര്യം വരും. ഇങ്ങനെ ലൈഫ് സൈക്കിൾ ഓഫ് വീൽ ഓഫ് ഫോർച്യൂൺ പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങളൊട്ടും നെഗറ്റീവായിട്ട് സിറ്റുവേഷനിൽ കൊണ്ടുപോകാതിരിക്കുക. ഓരോ സിറ്റുവേഷൻസ് എന്തൊക്കെയോ പഠിപ്പിക്കുന്നുണ്ട്, അത് പഠിക്കാതെ ആവുമ്പോഴാണ് പിന്നെയും ആ ഒരു ലൂപ്പ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് എ റീഡിങ് ഫോർ ടുഡേ. സോ നിങ്ങളുടെ എനർജി, നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജി, തേർഡ് പാർട്ടി എനർജി ഒക്കെ നമ്മൾ റീഡ് ചെയ്തിട്ടുണ്ട്. കേട്ട് നോക്കുക. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്ത് തോന്നുവാണെങ്കിൽ കമൻറ്റ് ചെയ്യൂ. ടേക്ക് വാട്ട് ഇറ്റ് റെസനേറ്റ്സ്, അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ലീവ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സോ ഹീലിങ്സോ ആകാശ റെക്കോർഡ്സ് റീഡിങ് വേണമെങ്കിൽ, ആകാശ റെക്കോർഡ്സിൻ്റെ കോഡ് കട്ടിങ്സോ കോഡ് മെൽറ്റിങ്സോ ഒക്കെ വേണമെങ്കിൽ, നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫ് അറിയണം. ഒരുപാട് നെഗറ്റീവ് എനർജി, ഹസ്ബൻഡ് അല്ലെങ്കിൽ പാർട്ട്ണർ ഒരുപാട് അബ്യൂസീവ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കോഡ് കട്ടൊക്കെ ചെയ്ത് റിലീസ് ചെയ്യുമ്പോൾ അവരുടെ എനർജി മാറാൻ ചാൻസസ് ഉണ്ട്. ചാൻസസ് എന്നല്ല, നടക്കുന്നുണ്ട്. ഒരുപാട് ക്ലയൻറ്റ്സ് ചെയ്ത് കൊടുത്തിട്ടുള്ള റിവ്യൂസൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട്. ടാരോ കോഴ്സ് നടക്കുന്നുണ്ട്. ടാരോ കോഴ്സിൻ്റെ നെക്സ്റ്റ് ഇനി 10th ബാച്ച് നെക്സ്റ്റ് ഓഗസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. പെയ്ഡ് ആയിട്ടുള്ള സെഷൻസ് ആയിരിക്കും, പെയ്ഡ് ക്ലാസ് ആയിരിക്കും. 78 cards ആണ്. നല്ല ഗൂഗിൾ മീറ്റ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. കൂടെ നോട്ട്സും ടെലഗ്രാമിൽ ഉണ്ടായിരിക്കും. ദെൻ എന്തെങ്കിലും ക്രിസ്റ്റൽസ് ബൈ ചെയ്യാൻ, ഹെയർ ഗ്രോത്തിനുള്ള ബ്രേസ്ലെറ്റ്സ് ഉണ്ട്. PCODക്കുള്ള ബ്രേസ്ലെറ്റ്, ഡയബറ്റിസ്, ലീഗൽ മാറ്റേഴ്സ്, ഡിവോഴ്സ് ഒക്കെ നടക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ഡിവോഴ്സ് അതിനുള്ള ക്രിസ്റ്റൽസ് ഉണ്ട്. ബ്യൂട്ടി ബ്രേസ്ലെറ്റ്സ് ഉണ്ട്. സിട്രിൻ, മണി, വെൽത്ത്, റിലേഷൻഷിപ്പ്, എല്ലാത്തിനും. ഇപ്പോൾ റോളറും ഗുവാഷയും ഒക്കെ ഉണ്ട്. എന്തൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടോ അത് നിങ്ങൾ എന്ത് ചെയ്യാം, മെസ്സേജ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഫിയറും പേടിയൊക്കെ ആണെങ്കിൽ എമത്തിസ്റ്റോ അല്ലെങ്കിൽ നമ്മൾ ടൈഗേഴ്സൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നോട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും നിങ്ങളെ. ഓക്കെ, അപ്പോൾ എന്താണോ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ കോൺടാക്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് ചോദിക്കുക കേട്ടോ. ഓക്കെ, അതുപോലെ പേഴ്സണൽ റീഡിങ്സോ ഡീറ്റെയിൽ റീഡിങ്സ്, ട്വിൻ ഫ്ലെയിം കൺഫർമേഷൻസ് ഒക്കെ വേണമെങ്കിൽ, ഇന്നലെ ഒരാൾ ചോദിച്ചു സ്റ്റാർ സീഡ് കൺഫർമേഷൻസ് ഉണ്ടോ. ഞാൻ സ്റ്റാർ സീഡ് കൺഫർമേഷൻസ് അങ്ങനെ ചെയ്ത് കൊടുക്കാറില്ല. ട്വിൻ ഫ്ലെയിം ആണെന്ന് മനസ്സിലാക്കി നമുക്ക് സ്വയം അറിയാൻ സാധിക്കും. സ്റ്റാർ സീഡിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒന്ന് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു കാര്യങ്ങൾ കേൾക്കുമ്പോൾ റിലേറ്റ് ചെയ്യാൻ സാധിക്കും. ഇത് എൻ്റെ ജേണി, ഞാൻ ഇങ്ങനെയാണ്, അപ്പോൾ മേ ബി ഞാൻ അതിലായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആകാശ റെക്കോർഡ്സ് വഴിയൊക്കെ ആക്സസ് ചെയ്യാൻ സാധിക്കും. വാട്ട് കൈൻഡ് ഓഫ് സ്റ്റാർ സീഡ് അറിയൂ എന്നൊക്കെ നോക്കാം നമുക്ക്. ഓക്കെ ഫ്രണ്ട്സ്, സോ താങ്ക് യു.